എക്സാമൊക്കെ എഴുതിയില്ല എല്ലാവരും. നമ്മൾ എയറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എയറിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ഇവർ രണ്ട് കുട്ടികൾ തമ്മിലുള്ള ചെറിയ സംഭാഷണമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒക്കെ മുമ്പ് വായിച്ചോ കേട്ടോ. സുബിൻ ഈസ് വെരി ഹാപ്പി ടുഡേ. ഹീ ഈസ് വെയിറ്റിംഗ് ടു ഷോ ദ ബലൂൺ ബോട്ട് ദാറ്റ് ഈസ് മെയ്ഡ് ടു ഹിസ് ഫ്രണ്ട്. വാ, എ ബലൂൺ ബോട്ട് ദാറ്റ് മൂവ്സ് ഇൻ വാട്ടർ ഹിസ് ഫ്രണ്ട് ബിക്കം ഹാപ്പി. സുധിൻ എന്ത് ചെയ്തെന്ന് അറിയോ? സുധിൻ എന്ന് പറയുന്നൊരു കുട്ടി ബലൂണ് കൊണ്ട് ഒരു ബോട്ട് ഉണ്ടാക്കി. ആ ബലൂൺ ബോട്ട് വെള്ളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നൊരു ബോട്ടാണ്. അപ്പോൾ അമൽ ചോദിക്കുകയാണ് ഇത് കണ്ടിട്ട് സുബിനോട്, സുബിൻ, ഹൗ ഡു യു മേക്ക് ദിസ്? നീ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചു. അപ്പോൾ സുബിൻ പറയാണ് എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് സുബിൻ പറഞ്ഞു കൊടുക്കാം കേട്ടോ. കേട്ടോളൂ എങ്ങനെ ഉണ്ടാക്കിയത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. ടേക്ക് ദ ലിഡ് ഓഫ് എ സോപ്പ് കേസ്, make a hole on it if of its sides. Now take a straw and tie a balloon to its end. Take the other end of the straw out through the soap case hole as shown in picture. Now blow air through the straw and fill the balloon with air. Press the mouth of the balloon with fingers, not letting the air to go out. Place the soap case in a flat container with a water. Immerse the tip of the water straw in water and slow release the fingers. Now you can see the balloon boat leaping ahead. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒരു സോപ്പ് പെട്ടി എടുക്കുക, സോപ്പിൻ്റെ ഒരു പെട്ടി എടുക്കുക. അതിൻ്റെ സൈഡിലൊരു ഓട്ട ഉണ്ടാക്കിയിട്ട് അതിലൂടെ ഒരു സ്ട്രോയും ആ സ്ട്രോയുടെ അറ്റത്തായിട്ട് ഒരു ബലൂണും കെട്ടിവെക്കുക. എന്നിട്ട് നമ്മളെന്ത് ചെയ്യുക, ആ സ്ട്രോയിലൂടെ ഊതിയിട്ട് ബലൂണ് വീർപ്പിക്കുക. ഇവിടെ കാറ്റ് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ട്രോയുടെ അറ്റത്ത് ഇങ്ങനെ പൊത്തിപ്പിടിക്കുക. അത് കഴിഞ്ഞിട്ട് ഇത് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് സ്ട്രോയുടെ അറ്റത്തു നിന്ന് നമ്മൾ കൈയെടുക്കുക. അപ്പോൾ ആ എയർ എന്ത് ചെയ്യും, ബാക്കിലോട്ട് പോകില്ലേ അല്ലേ? ആ സ്ട്രോയിലൂടെ എയർ ഇങ്ങനെ പോകില്ലേ? എയർ പോകുമ്പോൾ എന്ത് ചെയ്യും, ബലൂൺ ഇങ്ങനെ മുന്നിലോട്ട് നീങ്ങും. അപ്പോൾ ലീന പറയാണ് ഇത് കണ്ടിട്ട്, ഐ ഷോഡ് യു അനദർ ട്രിക്ക്. ഇറ്റ് ഈസ് എ ബലൂൺ റോക്കറ്റ്. ഡു യു വാണ്ട് ടു നോ ഹൗ ഈസ് മെയ്ഡ്? അപ്പോൾ ലീന പറഞ്ഞു, ഞാനൊരു ബലൂൺ റോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചിത്രത്തിൽ കണ്ടോ നിങ്ങൾ ബലൂൺ റോക്കറ്റ്? അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. പാസ് എ ലോങ് ത്രെഡ് ത്രൂ എ സ്ട്രോ പൈപ്പ്. ടൈ both ends of the thread tightly to two poles as shown in picture. Blow air into a big balloon and fix its middle part of the straw using collap. Bring the balloon to the lower end of the thread and release it. In which direction? അപ്പോൾ നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ബലൂണ് വീർപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു സ്ട്രോൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് ഈ സ്ട്രോ ആണെങ്കിൽ സ്ട്രോയിനുള്ളിൽ കൂടെ ഒരു നൂല് കെട്ടിയിട്ട് ചിത്രത്തിൽ കാണുന്ന പോലെ കെട്ടി വെക്കുക. എന്നിട്ട് നമ്മൾ ബലൂണ് വീർപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്നറിയോ? ആ ബലൂണ് നേരെ ഇങ്ങനെ എന്ത് ചെയ്യും, നേരെ അങ്ങനെ ഉണ്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് സ്ട്രോ ഉപയോഗിച്ചുകൊണ്ട് ബലൂൺ ഉപയോഗിച്ചുകൊണ്ട് റോക്കറ്റ് ഉണ്ടാക്കുന്ന രീതി. അല്ലേ? ബലൂൺ ബോട്ടും ബലൂൺ റോക്കറ്റും കണ്ടില്ലേ നിങ്ങൾ? ടേക്ക് എ ബലൂൺ ഡോൾ, മെനി ഷേപ്സ്. ബലൂണിന് പല ഷേപ്പുകളുണ്ടാവും. അപ്പോൾ അതും കൂടി നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ടേക്ക് ബലൂൺ ഡോൾ ഓഫ് ഡിഫറെൻറ്റ് സൈസ് ആൻഡ് ഷേപ്പ്. ബ്ലോ എയർ ഇൻ ടു ദം, ദെൻ റിലീസ് ദ എയർ. What is the happen? What change do you observe? Then air is filled in balloon of different. നമുക്കറിയാം, നമ്മൾ പല ഷേപ്പിലുള്ള ബലൂണുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതൊക്കെ വീർപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ കാറ്റ് നിറയും. നമ്മൾ വിട്ട് കഴിഞ്ഞാൽ കാറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും. വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് വെൻ എയർ ഇസ് ഫിൽഡ് ഇൻ ബലൂൺസ് ഓഫ് ഡിഫറെൻറ്റ് ഷേപ്പ്? എന്ന് കാണാൻ പറ്റും. ആ ഡിഫറെൻറ്റ് ഷേപ്പിൽ ബലൂണ് എയർ നിറയുന്നതായിട്ട് കാണാൻ പറ്റും. ഡൂസ് എയർ ഹാവ് എ ഡിഫറെൻറ്റ് ഷേപ്പ്? ഇതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ കാര്യമുണ്ട്. എയറിന് ഷേപ്പ് ഉണ്ടോ അതല്ല പലതിൻ്റെ ഷേപ്പായിട്ട് മാറുകയാണോ ചെയ്യുക? എയർ ഹാവിങ് നോ ഡെഫിനറ്റ് ഷേപ്പാണ്. എയറിന് എന്തുണ്ടാവില്ല,
ഒരു പ്രത്യേകമായ ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ നോട്ടിൽ ഇന്ന് എഴുതാനുള്ള അത്രയേ ഉള്ളൂ. ക്ലാസ് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. എയർ ഹാവിങ് നോട്ട് ഡെഫിനറ്റ് ഷേപ്പ്, ഇത് മാത്രം എഴുതിയാൽ മതി കേട്ടോ. എയർ എന്നുള്ള ഹെഡിങ് എഴുതുക, എന്നിട്ടാണ് എഴുതേണ്ടത്. എയർ ഹാവിങ് നോ ഡെഫിനറ്റ് ഷേപ്പ് എന്ന് എഴുതിയിട്ട് അയച്ചു തരാം. ഓക്കെ, ക്ലാസ് ശരിക്കും കാണാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.